വിഷക്കള്ള് കണ്ടെത്താൻ എക്സൈസ് വകുപ്പ് നടത്തുന്ന പരിശോധന അട്ടിമറിക്കപ്പെടുന്നു. വിഷാംശമുള്ളതാണെന്ന് എക്സൈസ് മൊബൈൽ ലാബിൽ കണ്ടെത്തിയ കള്ള് കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലാബിലെ പരിശോധനയിൽ ശുദ്ധക്കള്ളായി മാറി. മലപ്പുറം കാവന്നൂരിൽ എക്സൈസ് സംഘം അടച്ചുപൂട്ടിയ കള്ളുഷാപ്പ് അനലിറ്റിക്കൽ ലാബിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തുറന്നു പ്രവർത്തിക്കുകയാണ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. വിഷക്കള്ള് കണ്ടെത്താൻ എക്സൈസ് നടത്തുന്ന പരിശോധന എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ടറിന് ലഭിച്ച ഈ രേഖകൾ. കഴിഞ്ഞ ഏപ്രിൽ 24-ന് മലപ്പുറം കാവന്നൂരിലെ ഷോപ്പിലെ കള്ള് പരിശോധിച്ച ശേഷം എക്സൈസ് മൊബൈൽ പരിശോധനാ ലാബ് നൽകിയ റിപ്പോർട്ടാണിത്. മനുഷ്യ ശരീരത്തെ മാരകമായി ബാധിക്കുന്ന സോഡിയം ലോറൽ സൾഫേറ്റ്, സാക്കറിൻ എന്നിവ കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നാൽ കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലാബിലെ ഇതേ കള്ളിന്റെ പരിശോധന റിപ്പോർട്ട് കാണുക. എക്സൈസ് മൊബൈൽ ലാബ് പരിശോധനയിൽ കണ്ടെത്തിയ സോഡിയം ലോറൽ സൾഫേറ്റും സാക്കറിനും ഈ കള്ളിലില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മൊബൈൽ ലാബിലെ പരിശോധനയെ തുടർന്ന് അടച്ചുപൂട്ടിയ കാവന്നൂരിലെ കള്ളുഷാപ്പ് അനലിറ്റിക്കൽ ലാബിലെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ തുറക്കുകയും ചെയ്തു. മൊബൈൽ പരിശോധനാ ലാബിൽ കണ്ടെത്തിയ വിഷക്കള്ള് അനലിറ്റിക്കൽ ലാബിലെ പരിശോധനയിൽ ശുദ്ധമായ കള്ളായി മാറിയതെങ്ങനെയെന്നാണ് കണ്ടെത്തേണ്ടത്. പരിശോധനാ സംവിധാനത്തിലെ ഈ അട്ടിമറി പരിഹരിച്ചില്ലെങ്കിൽ സംസ്ഥാനം വീണ്ടും ഒരു വിഷക്കള്ള് ദുരന്തത്തിന് കൂടി സാക്ഷിയാകേണ്ടി വരും. കെ എം ഷഹീദ്, റിപ്പോർട്ടർ, കോഴിക്കോട്.